ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ മേമനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓലശ്ശേരിയിലാണ് വീട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തി മേമ്മമാരെയൊക്കെ കണ്ടു. ഏട്ടനും ചെറിയച്ഛനും പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി സംസാരിച്ച് നിൽക്കായിരുന്നു. ചെക്കനെ കണ്ട സന്തോഷത്തിലാണ് എല്ലാവരും. അപ്പോൾ ഞങ്ങൾ അപ്പോഴേക്കും പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്, സാരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ മസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. അതിന് ശേഷം അതിനടുത്ത് തന്നെ നമുക്ക് ചെറിയ മേമ്മയുടെ വീടുണ്ട്. അപ്പോൾ അവിടെ കൂടി കയറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടേക്ക് പോയതായിരുന്നു കേട്ടോ. അവിടെ പോയപ്പോൾ മേമയും അനിയനും അനിയത്തിയും അമ്മമ്മയൊക്കെ ഉണ്ട്. അമ്മമ്മയാണെന്നുണ്ടെങ്കിൽ ചെക്കനെ കാണാനുള്ള വലിയൊരാഗ്രഹത്തിലാണ് നിൽക്കുന്നത് തന്നെ. ചെക്കനെ കാണാതെ ഇരിക്കുകയില്ല. അപ്പോൾ മോനെ കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ് അമ്മമ്മയ്ക്ക്. അപ്പോൾ അവനും അതേപോലെ തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലോട്ട് വരാനേ ഇഷ്ടമല്ല. അവനിവിടെ കളിക്കാനൊക്കെ ഒരുപാട് ചെറിയച്ഛനും ഉമ്മയും ഒക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനിവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് വരാൻ ഭയങ്കര മടിയുമാണ് അവന് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഇരുന്ന് ഊഞ്ഞലൊക്കെ ആടിയിട്ട് അവരുടെ കൂടെ എന്തൊക്കെയൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഓടിയിട്ടൊക്കെ ഇരിക്കുന്ന ആളാണ്. ഭയങ്കരമായിട്ട് കാര്യമായിട്ട് എന്തൊക്കെയൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മാളും അനീത്തിയാണ്. അപ്പോഴേക്കും അമ്മ അവിടെ ചിക്കൻ കറിക്കുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഞാൻ പിന്നെ പോയിട്ട് ശരി വെറുതെ ഒന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ കറി അമ്മ ചെയ്തുകൊണ്ടിരിക്കണം. എണ്ണയൊക്കെ ഒഴിച്ച് സവാളയൊക്കെ ഇട്ടിട്ട് അമ്മ ചിക്കൻ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ഫുള്ള് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കാണിച്ചു തരാമെന്ന് വേണ്ടിയിട്ട് എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ ചിക്കനൊക്കെ ഏകദേശമൊക്കെ ആവാറായി. അത് ചിക്കൻ കറി ആയതിന് ശേഷം നമ്മൾ ഉള്ളി സാലഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്, ഞാൻ ചിക്കൻ കറി കഴിക്കുന്നില്ല. അപ്പോൾ കഴിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ചോടത്തൊക്കെ ഇത്തിരി തൈരൊക്കെ കഴിക്കുന്നത് ബെറ്ററാണല്ലോ. അപ്പം ഞാൻ വേഗം പോയിട്ട് ഇന്ന് തൈര് സാലഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് തൈരൊക്കെ എടുത്തൊരു പാത്രത്തിലാക്കിയിട്ട് ഇതാണ് മേമ കേട്ടോ. അപ്പോൾ അനിയത്തി തൈര് കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും മല്ലിയിലയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, പച്ചമുളകൊക്കെ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ തൈര് സാലഡ് ഉണ്ടാക്കി. അപ്പോഴേക്കും എല്ലാവർക്കും വിശപ്പ് തുടങ്ങി. അപ്പോൾ ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് പറയുന്നു. പിന്നത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ചോറും ചിക്കൻ കറിയും തൈര് സാലഡും പിന്നെ നാടൻ കോഴി നമ്മൾ ഈ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് വെക്കില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇവിടെ. അപ്പോൾ എല്ലാവരും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്തിട്ട് എല്ലാവരും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേര് പുറത്തും ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഫാമിലിയായിട്ടൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നതിന് സന്തോഷം വേറെ തന്നെയാണ് അല്ലേ. കഴിച്ചതിന് ശേഷം എല്ലാവരും റെസ്റ്റിലാണ്. എല്ലാവരും റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോഴേക്കും മാള് പോയിട്ട് വേഗം പോയിട്ട് കിച്ചൺ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം എല്ലാവരും റെസ്റ്റ് എടുക്കാൻ പോയിട്ടിരുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. ബൈ.